അപ്പോൾ മദ്രാസ് ഹൈക്കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? ഇത് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ചോദിച്ച ചോദ്യമാണ്. എന്നിട്ട് കോടതിയുടെ ഒരു കോട്ട് ഇങ്ങനെയാണ് കോടതി പറയുന്നത്: ഇത്തരം റാലികളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സംഘടനകളിൽ നിന്നും പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാരം മുൻകൂറായി വാങ്ങണം എന്ന തരത്തിൽ കോടതി പറഞ്ഞിരുന്നു. അന്ന് കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് നമ്മളിവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിൽ ജനബാഹുല്യമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ സുരക്ഷിതമായ ഇടങ്ങളിൽ സംഘടിപ്പിക്കണം, സുരക്ഷിതമായ സ്ഥലങ്ങൾ വേണം, മറ്റ് സംവിധാനങ്ങളെല്ലാം വേണമെന്ന് കോടതി തന്നെ, മദ്രാസ് ഹൈക്കോടതി തന്നെ ഒരാഴ്ച മുൻപ് ഉത്തരവിട്ടിരുന്നു. അത് വിജയുടെ റാലിയെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവ്, അതായത് ഒരു ഉത്തരവ് പരാമർശം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ സേലത്തിന് തൊട്ടടുത്താണ് ഈ സ്ഥലം എന്ന് പറയുന്നത്, കരൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സേലത്തിൽ നിന്നും തിരുച്ചിയിൽ നിന്നും ഡോക്ടർമാർ, സേലത്തിൻ്റെയും തിരുച്ചിയുടെയും ഇടയിലാണ് അമൃത ഈ കരൂർ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ നിന്നും ഡോക്ടർമാരെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. തിരുച്ചിയിൽ നിന്ന് 24 ഡോക്ടർമാരും സേലത്ത് നിന്ന് 20 ഡോക്ടർമാരും കരൂർ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ പരിക്കേറ്റ 50 പേരുടെ നില അതീവ ഗുരുതരം എന്നാണ് ഇപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി അജി, തുടരൂ. അജ്മൽ ദിറാർ കൂടി തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അജ്മൽ, ഇപ്പോൾ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അജി സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാർ ആശുപത്രികളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ മറ്റ് അധികൃതരുടെയോ പ്രതികരണങ്ങൾ എന്തെങ്കിലും ഈ നിമിഷത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ഇതിലിപ്പോൾ പ്രധാനമന്ത്രി ഇതിൽ അനുശോചിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് തമിഴ്നാട്ടിലെ കരൂരിൽ രാഷ്ട്രീയ റാലിക്കിടെ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവം അങ്ങേയറ്റം ദുഃഖകരമാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് എൻ്റെ ചിന്തകളെന്ന് പറയുന്നു പ്രധാനമന്ത്രി. ഈ ദുഷ്കരമായ സമയത്ത് അവർക്ക് കരുത്ത് നേരുന്നുവെന്നും പരിക്കേറ്റ എല്ലാവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമമായ എക്സ് അക്കൗണ്ടിലൂടെ അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ആ വിധത്തിൽ ഇന്ത്യയെ മൊത്തത്തിൽ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അമൃത നമുക്കിപ്പോൾ തമിഴ്നാട്ടിലെ കരൂർ എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വിജയ് പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ സ്വാഭാവികമായും ആൾ കൂടുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷേ ഈ വിധത്തിൽ അതൊരു ദുരന്തമായി ഭവിക്കുമെന്ന് യഥാർത്ഥത്തിൽ അതിൻ്റെ സംഘാടകർ പോലും ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ വിധത്തിലൊരു വലിയ ദുരന്തത്തിലേക്ക് ആ സമ്മേളനം അല്ലെങ്കിൽ ആ സംഗമം പോകില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ ഒരു 30,000 പേർ ഒരുമിച്ചൊരിടത്തേക്ക് കടന്നു വരിക, ജനക്കൂട്ടം വിജയെ കണ്ട് മുന്നോട്ട് കുതിച്ചു കയറുക, അവരെ നിയന്ത്രിക്കാൻ അവിടെയുള്ള പരിമിതമായ പോലീസിനെ കൊണ്ട് സാധിക്കാതെ ഇരിക്കുക, ഇനി അവർക്ക് പരിക്കേറ്റ് കഴിയുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായ അടിയന്തര സഹായങ്ങൾ നൽകാൻ അവിടെ ഏതെങ്കിലും വിധത്തിൽ ആരോഗ്യ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരോ ഡോക്ടർമാരോ അല്ലെങ്കിൽ മറ്റാരോഗ്യ പ്രവർത്തകരോ ഇല്ലാതിരിക്കുക. ആ വിധത്തിലൊക്കെ ഒരു കാരണം സംസ്ഥാന സർക്കാരോ ഇതിൻ്റെ സംഘാടകരോ പോലും ഈ വിധത്തിലൊരു അപകടം മുൻകൂട്ടി കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വ്യാപ്തി നമ്മളോട് സൂചിപ്പിക്കുന്നത്. എന്തായാലും കരൂരിലെ ആ സമ്മേളന നഗരിയിൽ തടിച്ചുകൂടിയ 30,000 പേർ വിജയെ കാത്തിരിക്കുകയായിരുന്നു. അവിടേക്കാണ് വിജയ് 6 മണിക്കൂറിന് ശേഷം കടന്നു വരുന്ന സമയത്താണ് അവിടേക്ക് ജനം മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുന്നു, വിജയെ കാണാൻ ശ്രമിക്കുന്നു. അതൊരു വലിയ മഹാദുരന്തത്തിലേക്ക് വഴുതി വീഴുകയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ അപകടമുണ്ടായ മനുഷ്യരെ മുഴുവൻ, പരിക്കേറ്റ മനുഷ്യരെ മുഴുവൻ ആശുപത്രികളിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ അതിൽ 50-ലധികം മനുഷ്യരുടെ നില അതിഗുരുതരമാണെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ മന്ത്രിമാർ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമൊക്കെ അവിടെ എത്തുകയും ഈ പറയുന്ന രക്ഷാപ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ അപകടമുണ്ടായ ഉടനെ തന്നെ വിജയ് അവിടേക്ക് കടന്നു വരുന്നു, അപകടമുണ്ടാകുന്നു, അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നു. അപകടമുണ്ടായവർക്കിടയിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നതും അതോടൊപ്പം തന്നെ അപ്പോൾ അവിടേക്ക് സംഘടിപ്പിച്ചതുമായിട്ടുള്ള വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ ഒരു പരിധിവരെ അപകടത്തിൻ്റെ വ്യാപ്തിയെ കുറയ്ക്കാൻ സാധിച്ചു. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ 10-30,000 പേർ പങ്കെടുത്ത ഒരു റാലിയാണ്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ, അപകടം ഉണ്ടാകുമ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് അത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നോ? അതാണ് അമൃത ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള മുൻകരുതലുകൾ അവിടെ പൂർണ്ണ തോതിൽ എത്തിയിട്ടില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം.